ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുഴുക്കോട്ടയാണ്. അരി കൊണ്ടുള്ള അരിപ്പൊടി. അത് ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരി ചേർക്കാനുള്ള ശർക്കര, ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത്, പിന്നെ ഉപ്പ്, അതിനുള്ള തേങ്ങ, പിന്നെ ചൂടുവെള്ളത്തിൽ നമുക്ക് ഇത് കുഴയ്ക്കണം. നമുക്കിന്ന് ഇത് കുഴയ്ക്കാം. നാലുമണിക്കായാലും രാവിലെ ആയാലും എല്ലാം നമുക്ക് പുഴുക്കോട്ട ഉണ്ടാക്കുന്നത് നല്ല പുഴുക്കോട്ട ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ്. പിന്നെ 4 മണി പലഹാരം എന്ന് പറഞ്ഞതേ ഉള്ളൂ. 4 മണിക്കാണ് കൂടുതലും എല്ലാവരും പുഴുക്കോട്ട ഉണ്ടാക്കുന്നത്. നമുക്ക് ഇത് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കാം. കുഴയ്ക്കുമ്പോൾ നമ്മൾ മൈൻഡ് കൊണ്ടാണ് ചൂടുവെള്ളം കുഴക്കുന്നത്. സ്വപ്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ ആക്കി കൊടുക്കാം. ചൂടുവെള്ളത്തിലാകുമ്പോൾ നല്ല മയമുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. വേണം അരിപ്പൊടി വറുത്തതിനകത്ത് ഉണ്ടാക്കുന്നത്. എന്നാലേ പച്ച അരിപ്പൊടിക്കകത്ത് ഉണ്ടാക്കുന്നത്. വറുത്ത അരിപ്പൊടിക്കകത്തായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ 4 മണിക്ക് വെച്ചിട്ട് ഉൾപ്പെടെ ഉണ്ടാക്കി തിന്നാൻ നല്ലതല്ലേ. ഇതിൽ കാപ്പിയും ഉൾപ്പെടെയും കൂടെ നമ്മൾ അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഇതിനകത്തോട്ട്, ഈ തേങ്ങയ്ക്കകത്തോട്ട് ഏലക്കാപ്പൊടി ഇട്ട് ഈ ശർക്കരയും കൂടെ ഇതിനകത്തോട്ട് ചേർന്നില്ല. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കാം. ഈ ശർക്കരയും തേങ്ങായും ഈ ജീരകവും ഏലക്കായും എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി വെക്കുമ്പോൾ നല്ല ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഉൾപ്പെട്ട ഈ അടപ്പയിലോട്ട് വെക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മൾ ഇഡ്ഡലിക്കുട്ട അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊഴുക്കട്ട ഇനിയും ഉരുട്ടി അങ്ങോട്ട് വെക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങായും ശർക്കരയും കൂടെ നല്ലപോലെ നമുക്ക് വെക്കാം. മധുരം ആവശ്യത്തിന് വേണ്ടവർക്ക് മധുരം അനുസരിച്ച് ചേർക്കണം. ഞാൻ ഇത്രയും ചേർത്തിട്ടുണ്ട്. മധുരം കുറച്ച് മതിയവർക്ക് അതനുസരിച്ച്. ഞാൻ ഇഷ്ടമുള്ള പലഹാരമാണ് ഈ കൊഴുക്കട്ട എന്ന് പറയുന്നത്. നമ്മളതെല്ലാം ഉരുട്ടി അടപ്പായ വെച്ചിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് നോക്കാം. നമുക്ക് കൊഴുക്കട്ട വെന്തോന്ന് നോക്കാം. കൊഴുക്കട്ട വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് കാരണം വെന്തോന്ന് നോക്കണ്ടേ. വെന്തിട്ടുണ്ട്. മുറിച്ച് നോക്കാം നമുക്ക്. സൂപ്പറായിട്ടുണ്ട്. നല്ലപോലെ തേങ്ങായും ശർക്കരയൊക്കെ ഉണ്ട്. എല്ലാവർക്കും ശർക്കരയൊക്കെ വെക്കുന്നത് ഇഷ്ടമായിരിക്കുമല്ലോ. ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. സൂപ്പർ കൊഴുക്കട്ടയാ.
എല്ലാവരും ഇത് ഉണ്ടാക്കണം. നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ശർക്കരയും തേങ്ങായും ഒക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. നല്ല മധുരമുണ്ട്. ഞാൻ കഴിച്ചു നോക്കി, നല്ല രുചിയാണ്. എല്ലാവരും 4 മണിക്ക് ഇതുണ്ടാക്കണം. മഴക്കാലമൊക്കെ അല്ലേ, ഇപ്പം എല്ലാവർക്കും 4 മണിക്ക് ഇതുണ്ടാക്കിയ കടുകാപ്പിയും കൂടെ കുടിക്കാൻ നല്ലതാണ് മഴക്കാലത്ത്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കണം, കാണണം, ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് കാണാൻ മറന്നു പോകില്ല, ലൈക്ക് ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ. ഞങ്ങൾ നാളെ വേറെ ഐറ്റമായിട്ട് വരുന്നതായിരിക്കും. ബായ്.